അമേരിക്കയിലെ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്പിസിന്റെ ദുരൂഹ മരണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പുതിയ നിയമയുദ്ധത്തിന് വഴിയൊരുക്കുകയാണ്. എപ്പിസ്റ്റിന് ട്രംപ് അയച്ചെന്ന് പറയപ്പെടുന്ന ഒരു അശ്ലീല ജന്മദിന കാർഡാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു. ലൈംഗികപരമായ കത്ത് ട്രംപിന്റെ നിഷേധവും 2003 ട്രംപ് എപ്പിസ്റ്റിന് ഒരു ജന്മദിന കാർഡ് അയച്ചതും അതിൽ കൈകൊണ്ട് വരച്ച ഒരു നഗ്നമായ സ്ത്രീയുടെ ചിത്രം ഉണ്ടായിരുന്നതായിരുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാർഡിൽ നമുക്ക് ഒരുപാട് സമാനതകളുണ്ട് എന്ന് സന്ദേശവും ഉണ്ടായിരുന്നത്രേ. ഈ കാർഡ് ട്രംപിന്റെ എതിരാളികൾ ഒരു നിഗൂഢ സന്ദേശത്തിന്റെ സൂചനയായി കാണുമ്പോൾ ട്രംപ് ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു. താൻ ഇങ്ങനെയൊരു കാർഡ് അയച്ചിട്ടില്ല എന്നും അത് വാൾ സ്ട്രീറ്റ് ജേണൽ കെട്ടിച്ചമച്ച ഒരു കഥയാണെന്നും ട്രംപ് വാദിക്കുന്നു. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിനെതിരെ ട്രംപ് നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. പത്രത്തിനും അതിന്റെ മാധ്യമ മുതലാളി റുപ്പർട്ട് മർഡോക്കിനുമെതിരെ $10 ബില്യൺ നഷ്ടപരിഹാരം കേസ് ഫയൽ ചെയ്തു. ഈ യുദ്ധത്തിലൂടെ സത്യം പുറത്തു വരണമെന്നാണ് ട്രംപ് പക്ഷം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പിസ്റ്റിന്റെ കൂട്ടുപ്രതിയായ ഗിസൈൽ മാക്സ്വെയിൽ സംഘടിപ്പിച്ചൊരു ജന്മദിന ആഘോഷത്തിൽ താൻ പങ്കെടുത്തു എന്ന് വാൾ സ്ട്രീറ്റ് ആരോപണവും ട്രംപ് നിഷേധിച്ചു. ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ ഒപ്പുണ്ടായിരുന്നതായും ആശംസകൾ എല്ലാ ദിവസവും അത്ഭുതകരമായി രഹസ്യമായിരിക്കട്ടെ എന്ന് കത്തിൽ എഴുതിയിരുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാചകം എഴുതിയാലോ അശ്ലീല ചിത്രം വരച്ചതിലോ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു. തനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്നും കത്തിലെ ഭാഷ തന്റേതല്ല എന്നും ട്രംപ് പറയുന്നു. എന്നാൽ 2004 മുതൽ ട്രംപ് വരച്ച നിരവധി ചിത്രങ്ങൾ ലഭ്യമാണെന്നും ചൂണ്ടിക്കാട്ടി ഈ വാദത്തെ പലരും ചോദ്യം ചെയ്യുന്നു. തനിക്കെതിരെ നടക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഡെമോക്രാറ്റുകളാണെന്നും ട്രംപ് ആരോപിക്കുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വാൾ സ്ട്രീറ്റ് ജേണൽ എപ്പിസ്റ്റിന് വേണ്ടി ഒരു വ്യാജ കത്ത് അച്ചടിക്കുകയായിരുന്നെന്നും ഇത് തട്ടിപ്പ് വാർത്തയാണെന്നും മർഡോക്കിനോട് ആവശ്യപ്പെട്ടിട്ടും അത് പ്രസിദ്ധീകരിച്ചുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഈ വിഷയത്തിൽ ട്രംപിന് നേരെ സ്വന്തം റിപ്പബ്ലിക്കൻ പാർട്ടികളിൽ നിന്നും പോലും എതിർപ്പുകൾ ഉയർന്നിരുന്നു. റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഡെമോക്രാറ്റുകളെ പോലെ പെരുമാറുകയാണെന്നും ആരോപിച്ച് ട്രംപ് വരെ രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെസി വാർഡ് ട്രംപിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ ഇലോൺ മസ്ക് ഈ വിഷയത്തിൽ എപ്പിസ്റ്റ് ഫയലുകളെ വിശദമായി അടിയന്തരമായി പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ട് ട്രംപിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ശ്രമിക്കുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ മുദ്രവെച്ച രേഖകൾ പുറത്തുവിടാൻ നീതിന്യായ വകുപ്പ് ഉടൻ കോടതിയോട് ആവശ്യപ്പെടുമെന്നും അറ്റോർണി ജനറൽ പാം ബോഡി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും കടത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെട്ട ധനികയായ ബിസിനസ്സുകാരിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, രാജകുടുംബങ്ങൾ എന്നിവരുൾപ്പെട്ട നിരവധി ഉന്നതരുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. 2008 കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും നേരിയ ശിക്ഷയിൽ ഒതുങ്ങി. 2019 വീണ്ടും പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക കടത്തിന് വിധേയമാക്കിയ കേസിൽ അറസ്റ്റിലായ എപ്പിസ്റ്റിൻ ഏതാനും ആഴ്ചകൾക്ക് ശേഷം ജയിൽ മുറിയിൽ മരിച്ച് ഔദ്യോഗികമായ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇത് കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. എപ്പിസ്റ്റിൻ ലൈംഗിക കടത്ത് ശൃംഖലയിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു രഹസ്യ പട്ടിക സൂക്ഷിച്ചിരുന്നുവെന്നും അമേരിക്കൻ സർക്കാർ ഈ പേരുകൾ പുറത്തുവിടുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. ഈ പുതിയ വിവാദങ്ങൾ ജെഫ്രി എപ്സ്റ്റീൻ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന് വഴിയൊരുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.